ഹലോ വെൽക്കം ടു മൈ ചാനൽ. അങ്ങനെ ഗുരുവായൂരെത്തി ഫ്രഷായിട്ട് ഞങ്ങൾ നാളെയാണ് അമ്പലത്തിൽ പോകാൻ ഇരിക്കുന്നത്. നാളെയാണ് കുഞ്ഞിൻ്റെ ചോറുമാണ്. എങ്കിലും തിരക്കില്ലെങ്കിൽ കയറി തൊഴാലോ എന്ന് വിചാരിച്ച് ഞങ്ങളെല്ലാം റെഡി ആയിട്ട് ഇറങ്ങാൻ ഇങ്ങനെ പ്ലാൻ ചെയ്തു. അപ്പോഴത്തേക്ക് കിച്ചുക്കുട്ടൻ കുളിച്ച് സുന്ദരക്കുട്ടനായിട്ട് വന്നു. അപ്പം ഞാൻ അവൻ്റെ വീഡിയോ എടുത്തപ്പോൾ അവനേക്ക് ഇവളെന്തുവായി ചെയ്യുന്നതെന്ന് അവൻ്റെ ഭാഷയിൽ എന്തൊക്കെയോ അലക്കുകയും പറയുകയോ ഒക്കെ ചെയ്തുകൊണ്ടിരിക്കും എന്നോട്. അവനെന്ന് ചോദിക്കും ഇവളെന്തും എപ്പോഴും എന്നെ വെച്ച് ഈ ഫോട്ടോ എടുക്കുന്നതെന്നായിരിക്കും ആലോചിക്കുന്നത്. അങ്ങനെ ഞങ്ങളെല്ലാം കൊണ്ട് റെഡിയായി താഴെ ഇറങ്ങി. ഞങ്ങളാണ് അതിന് ലാസ്റ്റ് ചെല്ലാനുള്ളത്. ബാക്കി എല്ലാവരും ഓൾറെഡി താഴെയുണ്ട്. അവിടുത്തെ അച്ഛനും അമ്മയും ചേട്ടൻ്റെ അച്ഛനും അമ്മയും ചേച്ചിയും അവരെല്ലാം എൻ്റെ ചേച്ചി എല്ലാം താഴെ നിൽപ്പുണ്ട്. പിന്നെ ഞങ്ങൾ അപ്പം തന്നെ 8 മണി 8:30 ആയപ്പോൾ ഞാൻ കഴിച്ചിട്ട് കയറാമല്ലോ എന്ന് വെച്ചാൽ ഞങ്ങൾ കഴിക്കാൻ കയറി. സ്ഥിരം വെജിറ്റേറിയൻ കടയിൽ പോയി കഴിഞ്ഞാൽ സ്ഥിരം എനിക്കുള്ള സാധനമാണ് മസാല ദോശ. അതാണ് എൻ്റെ ഏറ്റവും ഫേവറേറ്റ് അവിടുത്തെ. അതുകൊണ്ട് ആസ് യൂഷ്വൽ ഞാൻ മസാല ദോശ തന്നെ വാങ്ങിച്ചു. ഞങ്ങളങ്ങനെ കഴിച്ചിറങ്ങി. അവിടുത്തെ കടയിലൊക്കെ ഞാനിങ്ങനെ നോക്കി തിരിച്ചു വരുമ്പോൾ ഇവിടെ കയറണം അവിടെ കയറണം ഇങ്ങനത്തെ പ്ലാനിലൊക്കെ ഇങ്ങനെ നടക്കുവാണ്. അവരെല്ലാം ഫ്രണ്ടിൽ നടക്കുന്നത്. ഞാൻ വീഡിയോ എടുക്കുന്നതുകൊണ്ട് ഞാൻ പതുക്കെയാണ് വരുന്നത്. ഞാൻ ചുമ്മാ കടകളൊക്കെ ഇങ്ങനെ നോക്കി വെച്ചിട്ട് അങ്ങനെ ഞങ്ങൾ അമ്പലത്തിൽ ചെന്നപ്പോഴത്തേക്ക് ഭയങ്കര തിരക്ക്, കയറാൻ പോലും പറ്റിയില്ല. അപ്പം പിന്നെ നാളെ രാവിലെ തന്നെ തൊഴാമല്ലോ എന്ന് വെച്ച് ഞങ്ങൾ നാളെ രാവിലെ പോകാനിരുന്ന കടകളിലൊക്കെ ഇന്നും കയറാമെന്ന് വിചാരിച്ചു. അങ്ങനെ അവിടുത്തെ കടകളിൽ കയറി. പിന്നെ ഗേൾസ് പോയാൽ മസ്റ്റാണല്ലോ സെറ്റ് സാരി കട. അങ്ങനെ സെറ്റ് സാരി കടയിൽ കയറി കുറച്ച് സെറ്റും മുണ്ടുമൊക്കെ അമ്മയും ചേച്ചിയും അവരെല്ലാം സെറ്റും മുണ്ടുമൊക്കെ എടുത്തു. പിന്നെ ഈ കട ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടായിരുന്നു. അതുകൊണ്ട് കുപ്പിവെള്ളം വാങ്ങിക്കാൻ ഇവിടെ വരണം അവിടെ എന്ന് നേരത്തെ എൻ്റെ പ്ലാനിലുള്ള കാര്യമാണ്. അങ്ങനെ ഞാൻ എല്ലാവരുടെ കടയിൽ കയറി കുറേ സാധനങ്ങളൊക്കെ നോക്കി. കുപ്പിവള ഞാനൊരു ബ്ലാക്കും ഗ്രീനും ഒക്കെ 2-3 എനിക്കിഷ്ടപ്പെട്ട കുറച്ച് കളറൊക്കെ വാങ്ങിച്ചു. പിന്നെ വള മാത്രമല്ല കേട്ടോ, വേറെ കുറേ സാധനങ്ങളും വാങ്ങിച്ചു. എൻ്റെ കസിനും എൻ്റെ നാത്തൂനും ഒക്കെ ഞാൻ കുറച്ച് സാധനം വാങ്ങിച്ചായിരുന്നു. അങ്ങനെ ഞങ്ങൾ എന്തൊക്കെയോ വാങ്ങിച്ചു കൂട്ടിയിട്ട് ഒരു 10:30 ഒക്കെ ആയപ്പോഴത്തേക്ക് തിരിച്ച് റൂമിൽ വന്നു. ദിവസം വെളുപ്പിന് എഴുന്നേറ്റ് ഒരു 5 മണിക്ക് എഴുന്നേറ്റെന്ന് തോന്നുന്നു. 5 മണിക്ക് എഴുന്നേറ്റ് ഞാൻ ഫ്രഷായി ഒരുങ്ങി. അപ്പോഴത്തേക്ക് കിച്ചുക്കുട്ടൻ ഉറക്കം എഴുന്നേറ്റ് വന്നു. പിന്നെ ചേച്ചി അവനെ കുളിപ്പിക്കാനായിട്ട് കൊണ്ടുപോയി. അപ്പോഴത്തേക്ക് ഞാൻ ഒരുങ്ങി വീഡിയോ ഒക്കെ എടുക്കാമല്ലോ എന്നുള്ള പ്ലാനിൽ ഇങ്ങനെ എടുത്തു. ആദ്യം അമ്മയൊന്ന് ഹെൽപ്പ് ചെയ്തു വീഡിയോ എടുക്കാൻ, കാരണം അവിടെ വെക്കാനുള്ള സൗകര്യമൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് അമ്മ കുറച്ച് നേരം ഹെൽപ്പ് ചെയ്ത് എന്നെ വീഡിയോ എടുക്കാൻ. പിന്നെ ചേച്ചിയുടെ മോളും അവളും എൻ്റെ വീഡിയോ ഒക്കെ എടുത്ത് തന്നെ അവിടെയൊക്കെ നിൽക്കുമായിരുന്നു. അങ്ങനെ ഞാൻ കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് പിന്നെ മുല്ലപ്പൂ അപ്പുറത്തെ റൂമിൽ പോയി ഇങ്ങനെ എടുത്തിട്ട് വന്നായിരുന്നു. അത് ആദ്യം എങ്ങനെ വെക്കണം എന്നുള്ള കൺഫ്യൂഷനിൽ കുറേ നേരം ആലോചിച്ച് നിന്നിട്ട് ഞാൻ വെച്ച് അവസാനം സ്ഥിരം വെക്കുന്നൊരു സ്റ്റൈലുണ്ടല്ലോ, ആ സ്റ്റൈലിൽ തന്നെ ഞാൻ മുല്ലപ്പൂ വെച്ചു. ഇതെല്ലാം ഒരുങ്ങി എടുത്തപ്പം തന്നെ നല്ല സമയമായി. അപ്പോൾ അമ്മ പറയുന്നുണ്ട് പെട്ടെന്ന് ഒരുങ്ങി മാറി, എനിക്ക് ഒരുങ്ങണം അതൊക്കെ. പിന്നെ ഞാൻ കുറച്ചൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വീഡിയോസൊക്കെ എടുത്ത് പതിയെ ഞാൻ അപ്പുറത്തെ റൂമിലോട്ട്, ചേച്ചിയൊക്കെ നിൽക്കുന്ന റൂമിലോട്ട് അങ്ങോട്ട് പോയി കിച്ചൂസ് ഒരുങ്ങിയോ നോക്കാൻ വേണ്ടി. അപ്പോഴത്തേക്ക് അമ്മയെ സെറ്റ് സാരി കൊടുത്ത് സെറ്റായിട്ട് വന്നു. അപ്പോൾ ഞങ്ങൾ രണ്ടുകൂടെ അപ്പുറത്തെ ചേച്ചിയുടെ കുഞ്ഞിൻ്റെ റൂമിൽ പോകാൻ വേണ്ടി ഇങ്ങനെ പ്ലാൻ ചെയ്തിരിക്കുക. അങ്ങനെ ഞാനും അമ്മയും കുറച്ച് ഫോട്ടോസും വീഡിയോസും അതിൻ്റെ ഇടയ്ക്കൂടെ അമ്മയെ വിളിച്ച് ഞാൻ എടുത്തു. പിന്നെ അവിടെ ചെന്നിട്ട് ഞാൻ വെറുതെ വീട്ടിലെ കണ്ണാടി എടുത്തു. അപ്പോഴത്തേക്ക് കിച്ചുക്കുട്ടൻ സുന്ദര കുട്ടപ്പനായി കുളിച്ചിരുന്നു. പിന്നെ അകത്തോട്ട് ഫോട്ടോ എടുക്കാൻ ഫോൺ കൊണ്ടുപോകാൻ പറ്റാത്തതുകൊണ്ട് അവരെടുത്തു തന്ന ഫോട്ടോസാണ് ഇതൊക്കെ. പിന്നെ ഞങ്ങളൊരു 12:30 അമ്പലത്തിൽ തൊഴുതിറങ്ങി 12:30 ആയപ്പോഴത്തേക്ക് തിരിച്ച് വീട്ടിലേക്ക് പോകാൻ വേണ്ടി ഇറങ്ങി. ഇന്നലെ വന്നതല്ലേ, എല്ലാവർക്കും വർക്കൊക്കെ ഉണ്ട്, പിറ്റേ ദിവസം കൊണ്ട് നേരത്തെ തന്നെ ഇറങ്ങി. അങ്ങനെ ഞാനും അമ്മയെല്ലാം സാധനങ്ങളൊക്കെ അടുക്കി വെച്ച് കിച്ചൂസിനെ ഞാൻ അപ്പുറത്തെ റൂമിൽ നിന്ന് പോയി എടുത്തു. ചേച്ചി നേരത്തെ സാധനങ്ങൾ കൊണ്ട് താഴെ പോയപ്പോൾ അവനെ ഞാൻ ഇങ്ങെടുത്തായിരുന്നു. അപ്പം ഞങ്ങൾ റൂം വെക്കേറ്റ് ചെയ്തിട്ട് ഇറങ്ങുകയാണ്. എല്ലാം മറന്നൊന്നും പോയിട്ടില്ലെന്ന് തോന്നുന്നു, എല്ലാം എടുത്ത് വെച്ചെന്നാണ് തോന്നുന്നത്. കിച്ചുക്കുട്ടൻ സ്ഥിരം ചുറ്റുമുള്ള കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് ഇങ്ങനെ വന്നു. അങ്ങനെ ഞങ്ങൾ ഒരു 3 മണിയാകാറായെന്ന് തോന്നുന്നു ഉച്ചക്കത്തെ ഫുഡ് കഴിച്ചപ്പോഴത്തേക്ക്. അത് എവിടെ വന്ന് കഴിച്ചതെന്ന് ഞാനിപ്പോൾ ഓർക്കുന്നില്ല, പക്ഷെ നല്ല ബിരിയാണി ആയിരുന്നു കേട്ടോ. ഇന്നലെ ഫുള്ള് അമ്പലത്തിൽ പോകുന്നതുകൊണ്ട് വെജ് ആയതുകൊണ്ട് ഇന്ന് തിരിച്ച് വന്നു കഴിഞ്ഞ് ഉച്ചയ്ക്കൊക്കെ പിള്ളേരെല്ലാവരും കൂടെ പറഞ്ഞുകൊണ്ട് നോൺ വെജ് കഴിക്കാൻ തീരുമാനിച്ചു. നല്ല ബിരിയാണി ആയിരുന്നു കേട്ടോ. പിന്നെ വണ്ടിയിലുള്ള യാത്രയിൽ കിച്ചൂസ് ചിരിച്ച് അവൻ ഇന്ന് ഫുഡൊക്കെ കഴിച്ചിങ്ങനെ സെറ്റായിട്ടിരിക്കുക. അതുകൊണ്ട് ഭയങ്കര ജോളിയായിരുന്നു ഇന്ന്. പിന്നെ അവൻ്റെ കൂടെ കുറേ നേരം കളിച്ച് പിന്നെ അവൻ കുറച്ച് നേരം ഉറങ്ങി എഴുന്നേറ്റ് വന്നപ്പോൾ അവന് ബിസ്ക്കറ്റ് കഴിക്കുന്ന സമയമായിരുന്നു. അവന് ബിസ്ക്കറ്റാണോ കൊടുക്കുന്നത് അതോ പഴമാണോ ഞാൻ ഓർക്കുന്നില്ല കേട്ടോ. അവന് ഫുഡൊക്കെ കഴിച്ച് ഞങ്ങളങ്ങനെ പിന്നെ അവൻ കുറച്ച് നേരം ഉറങ്ങാൻ പോയപ്പോൾ പിന്നെ എനിക്ക് ബോറടിയായി. പിന്നെ അവൻ കുറച്ച് കഴിയുമ്പോൾ എഴുന്നേറ്റ് വരും. സത്യം പറഞ്ഞാൽ അവനെ വഴക്കുണ്ടാക്കുക, അവനെ കളിക്കുക, ഇതൊക്കെ തന്നെയായിരുന്നു എൻ്റെ വണ്ടിയിലെ മെയിൻ പരിപാടി. അവനുള്ളത് കൊണ്ട് തന്നെ ലോങ് ട്രിപ്പിൽ അല്ലെങ്കിൽ ഞാൻ നന്നായിട്ട് കിടന്ന് ഉറങ്ങുന്ന ആളെ ഇത്തവണ ഉറങ്ങി പോലുമില്ല വലുതായിട്ട്. അവൻ ഉറങ്ങുമ്പോൾ ഉറങ്ങും,
പിന്നെ ഞങ്ങൾ വഴിയെന്ന് മൂവാറ്റുപുഴയിലായപ്പോഴാന്ന് തോന്നുന്നു കൈതച്ചക്ക കണ്ടത്. പിന്നെ അവിടെ കയറി നല്ല ഫ്രഷ് കൈതച്ചക്ക ജ്യൂസ് കുടിച്ചു. പിന്നെ സന്ധ്യയൊക്കെ ആയപ്പോഴത്തേക്ക് കിച്ചൂസ് വീണ്ടും കിടന്നുറങ്ങി. ഒരു 8 മണിയായെന്ന് തോന്നുന്നു ഞങ്ങൾ കോട്ടയം വന്നപ്പോഴത്തേക്ക് ഫുഡ് കഴിക്കാൻ കയറി രാത്രിയിലത്തെ. പിന്നെ തിരിച്ചൊരു 10 മണി 9:30 വീട്ടിലെത്തി. ഇനിയിപ്പോൾ കിടക്കാൻ പോകും. ഗുഡ് നൈറ്റ്, ബൈ.